മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ വിവാഹം എതിർത്തതിന് വല്യച്ഛനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. എറണാകുളം അയ്യപ്പൻകാവ് സ്വദേശി അഭിജിത്ത് പ്രസാദിനെയാണ് കൊച്ചി നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ അയ്യപ്പൻകാവ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഗുരുതരമായ തെറ്റാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് പോലീസ് ഇതിൽ നൽകുന്ന വിശദീകരണം? എങ്ങനെയാണ് ഇയാൾ ഈ കുറ്റകൃത്യത്തിലേക്ക് എത്തുന്നത്? സജിത്ത്, ഇത് ആദ്യമായിട്ടല്ല അഭിജിത്ത് ഇത്തരത്തിൽ ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നത്. ഇതിനു മുൻപ് സ്വന്തം മാതാപിതാക്കളെയും ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അഭിജിത്ത്. ഇതിന്റെ കാരണം പോലീസ് പറയുന്നത് അഭിജിത്തിന് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ട്, അത് വിവാഹം കഴിക്കണമെന്ന്, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് അഭിജിത്തിന്റെ ആഗ്രഹം. പക്ഷെ അതിന് മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും തടസ്സം നിൽക്കുന്നതാണ് ഇത്തരത്തിലൊരു പ്രകോപനം, ഇങ്ങനെ ആക്രമിക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ഉള്ളൊരു ശ്രമമൊക്കെ നടത്താൻ കാരണം ആ വിവാഹത്തിന് തടസ്സം നിന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വല്യച്ഛനുമായി വലിയ രീതിയിൽ വാക്കുതർക്കമുണ്ടായി. ഈ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വല്യച്ഛനടക്കം അതിനെ വലിയ രീതിയിൽ എതിർത്തിരുന്നു. അതിന്റെ ദേഷ്യത്തിലാണ് ഇന്ന് പുലർച്ചെ 6:30യോടുകൂടി വാഹനത്തിൽ പോവുകയായിരുന്ന ബൈക്ക് 2 വീലറിൽ പോവുകയായിരുന്ന വല്യച്ഛനെ പുറകിലൂടെ എത്തിയ അഭിജിത്ത് വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വല്യച്ഛനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും നില ഇപ്പോൾ ഭേദമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുടുംബം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഈ അഭിജിത്തിനെതിരെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെയും മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ കേസിൽ, അങ്ങനെയുള്ള ഒരു പരാതിയിൽ പോലീസ് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇപ്പൊ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നതാണ് അഭിജിത്തിന് പ്രശ്നം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും മാതാപിതാക്കളെയും ആക്രമിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് അഭിജിത്ത്. ഇതിൽ ഈ പ്രതിക്ക് മുമ്പും സമാനമായ കേസുകളുണ്ട് എന്നതുകൊണ്ടുകൂടിയാണല്ലോ ഈ വല്യച്ഛനെ വാഹനം ഇടിപ്പിച്ച് വിവാഹത്തിന് എതിർത്തു എന്ന പേരിൽ ഇതിലേക്ക് വരുന്നത്. ഇനി ഈ അന്വേഷണ നീക്കം എന്താണ്? ഇയാളുടെ മുൻകാലത്തെ കേസുകളിലടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമോ? തീർച്ചയായും